5000 രൂപയാണ് നമ്മൾ ഗീവ് അവേ ചെയ്തിരുന്നത്. ഗിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ ആ ടാങ്കിൽ കൊണ്ട് നിട്ടേക്കണം. 7 മോഷൻ ഫിഷ് നമ്മൾ എടുത്തതിൽ അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടോ വന്നത്. ഗീവ് അവേ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് അറിയണ്ടേ? നമ്മൾ ഈ മാസം നമുക്കൊരു ഗീവ് അവേ വരുന്നുണ്ട്. പുതിയ 2 ആൾക്കാരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മോൺസ്റ്റർ ടാങ്കിൻ്റെ മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ബാക്കിൽ കാണുന്നത് നമ്മളെ ഏവേറി. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൻ്റെ പുറത്താണ്. ആക്ച്വലി മോൺസ്റ്റർ ടാങ്ക് എനിക്ക് കാണിച്ച് തരണമെന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് പുതിയ 2 ആൾക്കാരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ആരാണെന്ന് കാർത്തൂന് പോലും അറിയത്തില്ല. എനിക്ക് നിധിക്ക് മാത്രമേ ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടതാണ്. അറൗണ്ട് ഒരു 2 മണി, വെളുപ്പിന് 2 മണിക്കാണ് കൊണ്ടുവന്ന ആളെ എനിക്ക് കിട്ടിയത്. അങ്ങനെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. നിധി അതിൻ്റെ അകത്ത് വയ്ക്കുകയാണ്. എന്നെ അതിൻ്റെ അകത്ത് ചുമ്മാ ഓക്കെ എടാ ഒളിഞ്ഞു നോക്കിയാലൊന്നും കാണാൻ പറ്റൂല. മോൺസ്റ്റർ ടാങ്കിൻ്റെ അകം മുഴുവൻ കറുത്ത കളറിലാക്കി ഇട്ടേക്കുകയാണ്. എല്ലാം ഭീകരന്മാരാണ് ഇപ്പം അതിൻ്റെ അകത്ത്. കുറച്ച് നാളായിട്ട് ഇപ്പുറത്തെ ടാങ്ക് വൃത്തിയാക്കിയിട്ട് അത് ഇന്നലെ രാത്രി ഞാൻ വൃത്തിയാക്കി. നമ്മളെ ഗാറൂട്ടനെ കാണണ്ടേ, കാണിച്ചു തരാം. ദേ ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെ ഇരുന്നവനാണെന്ന് നോക്കിയേ. ഇപ്പോൾ വരുന്ന സൈസ് നോക്കിയേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 5000 രൂപയായിരുന്നു നമ്മൾ ഗീവ് അവേ ചെയ്തിരുന്നത്. അപ്പോൾ അത് ആർക്കാണ് കിട്ടിയതെന്നൊക്കെ അറിയണ്ടേ, അതെല്ലാം ഞാൻ പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കമൻറ്റ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം അതെന്താണ് എങ്ങനെയെന്നൊക്കെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്കത് ഇവനൊന്ന് ഫീഡ് കൊടുത്തു നോക്കാം. അതേ വരുന്നുണ്ടേ. ഈ സൈഡ് കൊണ്ടോ വരുന്നുണ്ടോ? കറക്റ്റ് മുതല. പേടിച്ചു പോയി. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് കേട്ടോ വന്നത്. പക്ഷേ ഇട്ടപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഒരുത്തം കണ്ടില്ലേ, ശല്യം. പേടിച്ചു പോയി. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഇപ്പോൾ നമ്മുടെ റബ്ബറിൻ്റെ പൂ ഒന്ന് വീണേക്കുക ഇതേപോലെ വന്ന് നമ്മുടെ വെള്ളത്തിൻ്റെ പുറത്ത് കിടന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേടിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ അത് നല്ല വളർന്നു കേട്ടോ. ഈ ടാങ്ക് ഇങ്ങനെ കിടന്നാൽ അവൻ്റെ കറക്റ്റ് നീളവും. അപ്പോൾ ഏകദേശം ഒരു 2.5 അടി അല്ലടാ. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് അവൻ. അവരെ പിടിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ കിളിക്കൂടിൻ്റെ അകത്തോട്ട് കയറാൻ പാ. അപ്പോൾ അതെ നമ്മളെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറി. കൂട്ടിനകത്ത് കുറച്ചധികം അപ്ഡേറ്റ് നിങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്, ആരൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ കിളിക്കൂടിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ള എല്ലാം നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ വരും. ആദ്യം തന്നെ ഇവർക്ക് ഫീഡ് കൊടുക്കാം. Every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never. ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ നേരെ നോക്കിക്കേ, ഫുൾ പച്ചപ്പല്ല. ഇപ്പോൾ നമ്മൾ കിളിക്കൂടിൻ്റെ ചുറ്റിനും ഭയങ്കര രസമായിട്ട് വരികയാണ് കേട്ടോ. ആ ഒരു പച്ചപ്പ് അങ്ങോട്ട് നോക്കി ഒരു കാട് പോലെ നമുക്ക് തോന്നിക്കും. ആ രീതിയിൽ നമുക്ക് നമ്മുടെ റബ്ബറിൻ്റെ ഇലകൾ വന്ന് നല്ല കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഗീവ് അവേ ആരെന്ന് അറിയണ്ടേ, ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് അറിയണ്ടേ? എനക്കോ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കമൻറ്റ്സ് വായിക്കാം. നമ്മളെ വീഡിയോ നിധി എടുത്തു. അപ്പോൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഏറ്റവും കൂടുതൽ ഇതിൽ പറഞ്ഞേക്കണ ഏത് ഫിഷിൻ്റെ പേരാണെന്ന് നോക്കിക്കേ. അരോണയ്ക്ക് ആക്ച്വലി ഇത്രയധികം ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഞാനും ആലോചിച്ചു അരോണ എടുക്കാമെന്ന്. പക്ഷേ നമ്മൾ ഈ കുളത്തിലോട്ട് ആ ഒരു വേണ്ട സൈസ് വേണമല്ലോ. കാരണം ഇവന്മാരെ കൂട്ടത്തിൽ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവന്മാരെ എപ്പോഴേ കടിച്ച് ഇല്ലാണ്ടാക്കി കളയും. അങ്ങനെ വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ വട്ടം നമ്മളൊരു അരോണ എടുക്കാൻ വേണ്ടി പോയതാണ്, പക്ഷെ നമുക്ക് നടന്നില്ല. മഴ പോലത്തെ ഫീൽ ചെയ്യുന്നില്ലേ, പൂ വീഴുന്നതാണ്. എന്തായാലും ഇത്രയും പേര് കമൻറ്റ് പറഞ്ഞല്ലോ, നമുക്ക് എന്തായാലും ഒരു അരോണ എടുക്കാം കേട്ടോ. അതിപ്പോൾ കുഞ്ഞായാലും വലുതായാലും എന്തായാലും നമുക്ക് നമ്മുടെ ടാങ്കിലോട്ട് ഒരെണ്ണത്തിന് എടുക്കാം. നിങ്ങൾ ഇത്രയും പേര് കമൻറ്റ് ചെയ്തപ്പോൾ എടുക്കണമെന്നൊരു ആഗ്രഹം, നമുക്ക് എടുക്കാം കേട്ടോ. അടുത്ത റെട്ടേൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമ്മുടെ കാർത്തൂൻ്റെ കയ്യിൽ ഒരെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ ഫിഷിനാണ് നമ്മൾ എടുത്തത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് കണ്ടു നോക്കാം കേട്ടോ. അരാപ്പയ്മ ഉണ്ടോ? അരാപ്പയ്മ എടുക്കണമെന്നുണ്ട്. അരാപ്പയ്മ നമ്മളിത് അവിടെ ഒരു ടാങ്ക് കെട്ടണമെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കുറച്ചും കൂടി വലിയൊരു ടാങ്ക് കെട്ടിയിട്ട് ഈ ടാങ്കിലുള്ളവന്മാരെല്ലാം പിടിച്ച് അതിൻ്റെ അകത്ത് കയറണം. എന്തായാലും നമുക്ക് അരാപ്പയ്മയും കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം അരാപ്പയ്മയ്ക്കൊക്കെ പെട്ടെന്ന് അവന്മാർ സൈസ് വയ്ക്കുന്ന ആൾക്കാരാണ്. അവന്മാർ കുറച്ചും കൂടി വലിയ ടാങ്ക് വേണം. ഓക്കെ, 2 പേരെ നടുക്ക് ഞാൻ കയറിയിരുന്നു. പറ. ഷെവൽനോസോ? ഷെവൽനോസും ഉണ്ടല്ലോ നമ്മളതിൽ. യെസ്, ഷെവൽനോസും കാർത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി മിക്സാണ് കേട്ടോ നമ്മളെടുത്തത്. ഒറ്റ സാധനമല്ല നമ്മളെടുത്തത്. അതും അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ആൾക്കാരെയാണ്. ഒന്ന് എടുത്തേക്കുന്നത് എന്തിനാണ്? ഒരാളെടുത്തേക്കുന്നത് എന്തിനാണ്? പറ.
ഏത് ഹൈബ്രിഡ് ക്യാറ്റ് ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ്? ഓക്കെ, അടുത്താളെ പറ, നിധി പറ. അത് അവൻ പറഞ്ഞ കേട്ടിട്ടല്ലേ പറയുന്നത്. ഓക്കെ, ഒരാളെ ഓസ്കാർ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പം അതും ഷെബല്ലോസും റെട്ടൈലും സെപ്പറേറ്റ് അല്ല, അതിൻ്റെ ഹൈബ്രിഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം കാർത്തൂൻ്റെ കയ്യിൽ തന്നെ ഏകദേശം എത്ര വെറൈറ്റി ഉണ്ട്? ആ ടാങ്കിൽ തന്നെ 7 വെറൈറ്റി, 7 മോൺസ്റ്റർ ഫിഷ് നമ്മൾ എടുത്തതിൽ 6 എണ്ണത്തിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. ഒരിടത്തിൻ്റെ വീഡിയോ പുറകെ വരും കേട്ടോ, അത് ഏത് ഫിഷാണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. ഓക്കെ, നമ്മളെ ടാങ്കിൽ തന്നെ ഏകദേശം 9 വെറൈറ്റി നമ്മൾ ഈ ടാങ്കിനകത്തുണ്ട്. അതായത് അവനും കൂടി ചേർത്ത് 10 വെറൈറ്റി. അപ്പോൾ ഏകദേശം 10-20 അടുപ്പിച്ച് നമുക്കിപ്പോൾ മോൺസ്റ്റർ ഫിഷ് നമ്മുടെ ടാങ്കിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ വരാനും കൂടി ഉണ്ട്, അതിൻ്റെ വീഡിയോ നമുക്ക് പുറകെ വരും കേട്ടോ. എല്ലാം കൂടി നമ്മൾ മോൺസ്റ്റർ ഫിഷിൻ്റെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് എൻ്റെ ബോറടിക്കും, അതാണ് ഇടാത്തത്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാം, നമ്മുടെ നെഗറ്റീവ് കമൻറ്റ്സ് അല്ലേ, ആ ഒരു കമൻറ്റിങ് എടുത്തേ, ഞാൻ കമൻറ്റ് കാണിച്ചു തരാവേ. ബ്രോ പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കുക, രസമില്ലാന്ന്. എനിക്ക്, നിധിക്ക്, ഇതേ കാർത്തൂന് പുറകെ തന്നെ ശല്യപ്പെടുത്ത കാർത്തൂനാണ്, പിന്നെ മമ്മിക്ക്, അങ്ങനെ നമ്മളെ ഫാമിലിയുള്ള എല്ലാവർക്കും ബേർഡ്സും ഫിഷസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുടെ വീട്ടിലും വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് നമ്മൾ, ഈ സ്ഥലം മുഴുവനും നമ്മളതാണ്. അപ്പോൾ ഇത്രയും സ്ഥലം കിട്ടിയപ്പോൾ എനിക്കൊരു കിളിക്കൂടി കിട്ടണമെന്ന് തോന്നി, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി. എന്തിനെ പറ്റിയാണോ എനിക്ക് ഇൻട്രസ്റ്റ്, എന്തിനെ പറ്റിയാണോ എനിക്ക് അറിവ്, അത് ഞാൻ ഓരോരുത്തർ നിന്ന് റിസോഴ്സ് എടുത്തു. അതിപ്പം സെബിൻ ബ്രോ മാത്രമല്ല, എല്ലാവരും നിക്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും നോക്കിയാണ് നമ്മൾ ഓരോന്നും പഠിച്ചത്. അപ്പം അവരെന്തായാലും സ്വന്തമായിട്ട് പഠിച്ചതല്ല, അവർ ഓരോരുത്തർ കണ്ടു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇന്തോനേഷ്യയിലെ കുറച്ച് ചാനൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തോളം നമ്മൾ വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിച്ചു കേട്ടോ. ഇതൊന്നുമല്ല, നമുക്കിനിയിപ്പം എന്ത് ചേഞ്ച്, നമ്മളെ കിളിക്കൂടിൽ എന്ത് ചേഞ്ച് വരുത്തണം, നമ്മുടെ വീഡിയോയിൽ എന്ത് ചേഞ്ച് വരുത്തണം, എന്ത് വന്നാലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മളൊരു കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഇത്രയും പേര് കമൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനും നിധിയും കാർത്തും എല്ലാം നമ്മളെ ഇഷ്ടത്തിനാണ്, അതായത് നമുക്ക് എന്താണ് നിങ്ങൾക്ക് തരാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ വീഡിയോസ് മൊത്തം ഇടുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ കാര്യം ചെയ്യുക, ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏത് രീതിക്കുള്ള ഏത് പർച്ചേസാണ്, ബേർഡ്സ് ആണോ, ഫിഷസ് ആണോ, മോൺസ്റ്റർ ഫിഷ് ആണോ, അല്ലെങ്കിൽ വെളിയിൽ നമ്മളിപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ, അല്ലെങ്കിൽ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് രീതിക്കുള്ളതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് മാറ്റി പിടിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്താൽ നമുക്ക് അതിനേക്കാൾ നല്ലൊരു എഫേർട്ട് എടുക്കാം. എഫേർട്ട് എടുക്കുന്നതിനൊന്നും ഒരു മടിയില്ല, പക്ഷേ നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല കമൻസൊക്കെ വരും. ഇപ്പോൾ തന്നെ എന്തുമാത്രം കമൻസ് നമുക്ക് വന്നു, നെഗറ്റീവ് വന്നിട്ട് പോസിറ്റീവ് വന്നിട്ടുണ്ട് കേട്ടോ. ചില കമൻസ് വരും കേട്ടോ, നെഗറ്റീവ് ആണെന്ന് തോന്നും, പക്ഷേ അത് നമ്മളെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. വെരി ബോർ വീഡിയോ, ഒരാളെ അതുപോലെ കോപ്പി അടിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഒട്ടും രസമല്ലാത്ത ഒരു ചാനൽ, കഷ്ടമാണ്, കുറച്ചും കൂടി ബെറ്റർ ആക്കൂ ബ്രോ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. അത് ആക്ച്വലി എനിക്ക് വായിച്ചപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നി, പക്ഷേ രണ്ടാമത്തെ കമൻറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നി കേട്ടോ. നമ്മൾ കൂടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതിൻ്റെ താഴെ നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ആ പുള്ളി കമൻറ്റ് ചെയ്തത്, ഒന്നും വിചാരിക്കരുത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, അത് വെറുതെ അല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, നമ്മളിപ്പം പൈസ പോകുന്നത് മെയിൻ ഒരു ഘടകം തന്നെയാണ്. കാരണം നമ്മൾ ഒരു മാസമൊക്കെ ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ നിന്ന് വരുന്നതിൻ്റെ ഡബിൾ എമൗണ്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇഷ്ടം കൊണ്ടാണ്, ഇതൊരു ബിസിനസ് അല്ല, അതൊരു കച്ചവടത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, ഒരു പാഷൻ, ഒരു ഇഷ്ടം. എനിക്കും നിധിക്കും കാർത്തും ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം. 10 ബേർഡ്സിനെ മേടിച്ചു കൊടുത്താൽ ഇവന് സന്തോഷമാവും, ഒരു 10 ഫിഷസിനെ മേടിച്ചു കൊടുത്താൽ ഇവന് സന്തോഷവും, ഇവരെല്ലാവരും കാണുമ്പോൾ നമ്മുടെ മമ്മിക്ക് സന്തോഷവും, ഇതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷവും. ആക്ച്വലി ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളെപ്പോലെയുള്ള നല്ല നല്ല ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സബ്സ്ക്രൈബർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എത്രയും പേരുണ്ടല്ലേ, ഒരുപാട് പേരുണ്ട്. അതുമല്ലാണ്ട് വഴിയിൽ വെച്ച് നമ്മൾ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഓരോ സജഷൻസ് പറയും, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ ഓരോ സജഷൻസൊക്കെ പറയും. അതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളത് വീഡിയോയിൽ ആഡ് ചെയ്യാത്തതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോലും നമ്മളൊരു ചോട്ട സബ്സ്ക്രൈബർ, അതായത് നിധിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ കൊച്ച് നമുക്ക് തന്ന ഗിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ ആ ടാങ്കിൽ കൊണ്ട് നിട്ടേക്കുന്നത്. അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ പേരിൽ നമുക്ക് തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നത് ഓക്കെയാണ്, പക്ഷേ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്താൽ നമുക്കും ഹെൽപ്പായിരിക്കും, നമുക്കത് വായിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗീവ് അവേ പറ്റി പറയണ്ടേ, നിങ്ങൾ തന്നെ പറഞ്ഞോ, ഗീവ് അവേയിൽ നമ്മൾ വാങ്ങിച്ച ഫിഷസ് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ നമ്മൾ പറയുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ലേ? നമ്മളിപ്പോൾ ഗീവ് അവേ ചെയ്യുന്ന ഫണ്ട് ഞാൻ നിധിയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം. നിധിക്ക് കൊടുക്കുന്നേ അല്ല കേട്ടോ, അത് അവിടെ ഇട്ടേക്കണം. എൻ്റെ കയ്യിൽ ഇട്ടിരുന്ന ഞാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്തില്ലാണ്ടാക്കി പോകും. അഥവാ ആ പൈസയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ആക്ച്വലി എനിക്ക് ആർക്കും തരാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസമല്ലേ നമ്മളിപ്പോൾ ഒരു ഗീവ് അവേ ചെയ്തത്, നമ്മൾ ഈ മാസം നമുക്കൊരു ഗീവ് അവേ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും വലിയ ഒരു പർച്ചേസ് ചെയ്തു. നമ്മൾ ഐഫോൺ പർച്ചേസ് ചെയ്തില്ല, ഏകദേശം 40,000 രൂപ.
അതിൻ്റെ ഇരട്ടി എമൗണ്ടിന് നമ്മൾ പുതിയൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരും. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ 5000 രൂപ ആ സമയത്ത് നമ്മൾ ഗിവ് അവേ ചെയ്യും കേട്ടോ. അപ്പം നിധിയിൽ ഞാൻ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം. നോക്ക്, ചിലവാക്കരുത്. എൻ്റെ ചെറുക്കന്മാർക്കുള്ളതാണ്. ഓക്കെ, ഇതേപോലത്തെ ഒരാൾ എഗ് ചെയ്തു. നിധി കണ്ടില്ലായിരുന്നല്ലേ? ഏറ്റവും മുകളിൽ ചട്ടിക്കകത്ത് നമ്മളെ കിളിക്കൂണ്ടകത്ത് നമ്മൾ കുരങ്ങനെയും കൂടി മേടിച്ചിട്ടുണ്ട്. മുകളിലിരിക്കുന്നത് ആ ചട്ടിക്കകത്താണ് നമുക്കൊരു സർപ്രൈസ് ഉള്ളത്. ഓക്കെ, അതെ നമ്മളെ പ്രാവ് ഉണ്ടാവും അവിടെ എഗ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അധികം ശല്യം ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ട ഇവരൊക്കെ കണ്ടല്ലോ. ഓക്കെ, രണ്ടും ഉണ്ട് കേട്ടോ. ഡിസ്റ്റർബ് ചെയ്യണ്ട, ഇരുന്നോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഗീവ് അവേയുടെ വിന്നർ നമുക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും പേര് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും കമൻറ്റ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയും കമൻറ്റ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഗീവ് അവേ സെറ്റായിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും കൂടി എളുപ്പമെന്ന് പറയാൻ രീതിക്ക് നമുക്ക് എന്തായാലും ഉടനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള നമ്മളെ അപ്ഡേറ്റ്, നമ്മളെ കിളിക്കൂടിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ചേക്കുകയാണ്. അതെല്ലാം നമ്മുടെ ചാനലിൽ പറയും. ഇപ്പോൾ തന്നെ നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ കണ്ടു കാണും. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പുതിയ ആളെ ഇട്ടു. പിന്നെ നമ്മൾ പുതിയൊരാളെ പറത്തി വിട്ടു. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ പുറകെ വരും. പിന്നെ നമ്മളൊരു വലിയൊരു ഫിഷിങ്ങിന് പോയി അല്ലേ കാർത്തു? 100 കുള്ളി കിട്ടി കാണില്ലേ? ഒരു 4 കൈ നിറച്ച് കോരി എടുത്തപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഫിഷിനെ കിട്ടി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ കമൻറ്റ് ചെയ്തവർക്കും നെഗറ്റീവ് കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചൂട് ക്ലൈമറ്റ് ഒന്ന് മാറട്ടെ. ക്ലൈമറ്റ് ഒന്ന് മാറിയിട്ടൊക്കെ പുതിയ ആൾക്കാരൊക്കെ വരും കേട്ടോ. ഇതിനകത്ത് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഞാൻ വേർക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നമുക്ക് പുതിയ ആൾക്കാരെ എൻ്റെ അടുത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ടെമ്പറേച്ചർ കാരണം അവർ ഡെഡായി പോകാനും അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. ഇത് കല്ലിന് എന്ത് പറ്റി? കണ്ണിൽ ഇൻഫെക്ഷൻ ആയി. അതെ, ചൂട് കാരണം. അതുമല്ലാണ്ട് ജലദോഷവും അല്ലേ? അതുകൊണ്ട് ജലദോഷം കഫക്കെട്ടിൽ. അപ്പം അവളെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ അവളെ കൊണ്ടൊന്നും ഇവിടെ കൂടുതൽ വിടാത്ത. അപ്പം ടെമ്പറേച്ചർ അത്രയ്ക്കും പ്രശ്നം. നമ്മുടെ വീട്ടിനകത്ത് ഇരുന്നിട്ട് പോലും പ്രശ്നമാണ്. എത്ര പച്ചപ്പുണ്ടെങ്കിലും ചൂട് തന്നെയാണ്. ഇപ്പം തന്നെ എത്ര 36 ഡിഗ്രിയാണ് കേട്ടോ ഇപ്പോൾ ചൂട്. നമുക്കൊരു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീട് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ 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 ബൈ.